നാളത്തെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ അവസാനിക്കുമ്പോൾ ആദ്യത്തെ 5 പൊസിഷനിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയാണ്? ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് പേര് കയറി വന്നു. ചിലർക്കൊന്നും ഒട്ടും പോയിന്റ് ഇല്ല, 0 കിടക്കുന്നവരുണ്ട്. ഇന്നത്തെ കാര്യമല്ല, നാളെ നമ്മൾ ലൈവിൽ കാണാൻ പോകുന്ന സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. മാത്രമല്ല, അഭിഷേക് തന്നെയാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നത്. എന്താണ് അപ്ഡേറ്റുകൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, സ്പോയിലർ അലർട്ടാണ്. കുറച്ച് പേര് രാവിലെ പറഞ്ഞിരുന്നു ആരാണ് ജയിച്ചതെന്ന് പറയരുത്, ആർക്ക് എത്ര പോയിന്റ് കിട്ടിയെന്ന് പറയരുത്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ആർക്ക് എത്ര പോയിന്റുകൾ കിട്ടി, ആരാണ് ലീഡ് ചെയ്യുന്നതെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഞാൻ അറിഞ്ഞ കാര്യമാണ്, അതായത് നാളെ 2-3 ടാസ്കുകളൊക്കെ വരാനുണ്ട്. ആ ടാസ്കുകളൊക്കെ കഴിയുമ്പോൾ കണ്ടസ്റ്റൻസിൻ്റെ ടിക്കറ്റ് ടു ഫിനാലയുടെ പോയിന്റുകൾ, ഏറ്റവും കൂടുതൽ പോയിന്റ് അഭിഷേകിനാണ് കിട്ടുന്നത്. ഇന്നിപ്പോൾ 6 പോയിന്റാണ് അഭിഷേകിന് കിട്ടി നിൽക്കുന്നത്. ഇനിയൊരു ടാസ്ക് കൂടി ഉണ്ട്. എന്നിരുന്നാലും നാളെ 11 പോയിന്റ് അഭിഷേകിന് കിട്ടും. 11 പോയിന്റ്. അതിനുശേഷം തൊട്ട് താഴെ സായിക്ക് 6 പോയിന്റ് കിട്ടും. 6 പോയിന്റ് സായിക്ക് കിട്ടും. അതിനുശേഷം അർജുന് 4 പോയിന്റ് കിട്ടും. ജിൻഡോയ്ക്കും 4 പോയിന്റ് കിട്ടും. സിജോയ്ക്ക് 3 പോയിന്റ് കിട്ടും. ഋഷിക്ക് 2 പോയിന്റ് കിട്ടും. ജാസ്മിനും 2 പോയിന്റ് കിട്ടും. ശ്രീധുവിനും നന്ദനയ്ക്കും നോറയ്ക്കും നാളെയും പോയിന്റുകൾ ഒന്നുമില്ല. അത് ഞാൻ അറിഞ്ഞിരിക്കുന്ന വെച്ചിട്ടാണ്. നമുക്ക് നോക്കാം, നമുക്ക് നാളെ ലൈവിൽ നോക്കാം. ഇന്ന് രാവിലെ ഞാൻ വന്ന് അഭിഷേകിന്റെ കേസ് പറഞ്ഞപ്പോൾ സത്യമായിരുന്നല്ലോ. നാളെ വന്ന് നമുക്ക് നോക്കാം. ഇനി 1 പോയിന്റ് അങ്ങോട്ട് 1-2 പോയിന്റ് വ്യത്യാസം വരുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ അറിഞ്ഞത് ഇങ്ങനെയാണ്: അഭിഷേകിന് 11, സെക്കൻഡ് സായി 6 പോയിന്റ്, തേർഡ് അർജുനും ജിൻഡോയും 4 പോയിന്റുകൾ വീതം, സിജോ 4th 3 പോയിന്റ്, ഋഷി 5th 2 പോയിന്റ്, ഋഷിയും ജാസ്മിനും 5th 2 പോയിന്റ്, ശ്രീധുവിനും നോറയ്ക്കും നന്ദനയ്ക്കും പോയിന്റുകൾ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അറിയാൻ പറ്റുന്ന അപ്ഡേറ്റുകൾ. അപ്പം നാളെ ഋഷിക്ക് 2 പോയിന്റും ജാസ്മിന് 2 പോയിന്റും ആണ് ഞാൻ പറയുന്നത്. ഓട്ടോമാറ്റിക്കലി അവർക്ക് ഓരോ പോയിന്റ് വീതം ബോണസ് ടാസ്കിൻ്റെ ഉണ്ട്. അപ്പോൾ ഇവർ ഏതോ ഒരു ടാസ്കിൽ 2 ടാസ്ക് എന്തായാലും നടക്കുമെന്ന് തോന്നുന്നു. കാരണം ഋഷിക്ക് 1 പോയിന്റ് കൂടെ കിട്ടിയാണ് 2 ആയിരിക്കുന്നത്, ജാസ്മിനും 1 പോയിന്റ് കൂടെ കിട്ടിയാണ് 2 ആയിരിക്കുന്നത്. അതിന് ഇന്ന് രാത്രി നടക്കുന്ന ടാസ്കിൽ അല്ലെങ്കിൽ നാളെ നടക്കുന്ന ഏതോ ഒരു ടാസ്കിൽ, അതായത് ഇനി വരാൻ പോകുന്ന ടാസ്ക് 3 മുതൽ ടാസ്ക് 6 വരെയുള്ള ഏതോ ഒരു ടാസ്കിൽ, ഏതോ 2 ടാസ്കുകളിൽ ഒന്നിൽ ഋഷിക്കും 1 കിട്ടിയിട്ടുണ്ട്, ഒന്നിൽ ജാസ്മിനും 1 കിട്ടിയിട്ടുണ്ട്. മനസ്സിലായെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ ജിൻഡോയ്ക്ക് 4 പോയിന്റുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ 2 ടാസ്കിൻ്റെ പോയിന്റ് ആയിരിക്കും ജിൻഡോയ്ക്ക് വരുന്നത്. പിന്നെ അർജുന് 4 വരുന്നുണ്ട്. അപ്പോൾ അർജുനും ഏതോ ടാസ്കിൽ 1 പോയിന്റ് കിട്ടുന്നുണ്ട്, അല്ല 2 പോയിന്റ് കിട്ടിയാണ് അർജുൻ 4ലോട്ട് വരുന്നത്. സായി 6 പോയിന്റിൽ എത്തുന്നുണ്ട്. സായിക്ക് 2 ആയിരുന്നു. അപ്പോൾ ഏതോ 2 ടാസ്കുകൾ കൂടി മുന്നേറിയാണ് സായി 6ലെത്തുന്നത്. അഭിഷേകിൻ്റെ കേസ് എല്ലാ ടാസ്കിലും പോയിന്റ് കിട്ടാതെ അവിടെ എത്തത്തില്ല. അപ്പോൾ എത്ര പോയിന്റുകളാണെന്നുള്ള കൺഫ്യൂഷൻസേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ടാസ്കിൽ 3 കിട്ടിയിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ ആയിരിക്കും. സിജോയ്ക്ക് ഇന്ന് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു ടാസ്കിൽ കൂടി 2 പോയിന്റ് കൂടി കിട്ടുന്നുണ്ട്. അങ്ങനെ സിജോയും 3 പോയിന്റിൽ എത്തുവാണ്. ശ്രീധുവിനും നന്ദനയ്ക്കും നോറയ്ക്കും പോയിന്റുകളൊന്നുമില്ല. നമുക്ക് നോക്കാം, ലൈവിൽ നാളെ വരുമ്പോൾ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് വരുന്ന അടുത്ത ടാസ്കിൽ കുറച്ചുകൂടി മാറും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അടുത്ത വീഡിയോ ആയിട്ട് വരാം, ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എക്സ്ക്ലൂസീവ് ജെനുവിൻ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.